ഹലോ എവ്രിവൺ. വിശ്രമമില്ലാതെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ. നമ്മളെ സാധാരണക്കാരായ മനുഷ്യരിൽ നിന്ന് അസാധാരണമായ കഴിവുകൾ പുറത്തെടുക്കാൻ സഹായിക്കുന്ന മനസ്സ്. ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിന് വിശേഷണങ്ങൾ ഏറെയാണ്. എന്നാൽ നമ്മളിൽ പലർക്കും ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു ആശയത്തെ ഉൾക്കൊള്ളാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്, അല്ലെ? പലരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടോ? ഞങ്ങൾക്ക് അത് വിശ്വസിക്കാനല്ല, എന്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെയും തോന്നിയിട്ടില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ അറിയാം, ചില ബ്ലോക്കുകളാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ സക്സസിനെ അല്ലെ ഹാപ്പിനെസ്സിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഈ ബ്ലോക്ക് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് പുറത്തു കടന്നെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ സക്സസ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ബ്ലോക്കുകളൊക്കെയും നിൽക്കുന്നത് എവിടെയാണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. നമ്മളുടെ ഭയമാകട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആകട്ടെ, ഇതൊക്കെയും സബ് കോൺഷ്യസ് ബ്ലോക്കുകളായിട്ട് നിൽക്കുകയാണ്. എപ്പോഴാണോ നമ്മൾ ഇതിനെയൊക്കെ മാറ്റിയെടുക്കാൻ തയ്യാറാകുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ലൈഫിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ സബ് കോൺഷ്യസ് മൈൻഡിനെ അൺലോക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അൺലോക്ക് ചെയ്ത് നമ്മുടെ ലൈഫിൽ സക്സസും ഹാപ്പിനെസ്സും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളുടെ മനസ്സിന് 3 തലങ്ങളാണുള്ളത്: കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. എന്തൊക്കെയാണ് ഈ 3 തലങ്ങൾ? വളരെ ബ്രീഫായിട്ട് നമുക്ക് നോക്കാം. നമ്മളുടെ അവയർനെസ്സിന്റെ 3 ലെവലുകളാണ് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആണ്. ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫോമാണ് ഈ ആയിട്ടുള്ള മൈൻഡിന്റെ ഭാഗമാണ്. നമ്മളുടെ സഹജ വാസനകള്, നമ്മുടെ സർവൈവൽ മെക്കാനിസം, ഇതൊക്കെ വരുന്നത് ഈ അൺകോൺഷ്യസ് പാർട്ടിലാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സബ് കോൺഷ്യസ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മനസ്സിന്റെ തലമാണ് നമ്മളുടെ ഹാബിറ്റ്സ്, മെമ്മറീസ്, തോട്ട്സ്, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി കോൺഷ്യസ് ലെവൽ, ഇവിടെയാണ് നമ്മളുടെ ഈ ഇൻഫർമേഷൻസ് ഒക്കെ പ്രോസസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ആ മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡാണ്. നമ്മളുടെ അപ്പോഴപ്പോഴുള്ള അവയർനെസ്സിനെ കൺട്രോൾ ചെയ്യുന്നതും അല്ലെ ഇൻഫർമേഷൻസ്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ, അപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതൊക്കെയും വരുന്നത് മനസ്സിന്റെ കോൺഷ്യസ് ലെവലിലാണ്. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെ ഉപബോധ മനസ്സ് ഇത്ര പവർഫുൾ ആണെന്ന് പറയുന്നത്? നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്, അല്ലെ? സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം, അല്ലെ അതിനെ സംബന്ധിച്ച ക്ലാസ്സുകളൊക്കെ. എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള കൺസെപ്റ്റിനെ ഇത്രമാത്രം ഫോക്കസ് ചെയ്യുന്നത്? നമ്മളുടെയൊക്കെ സ്വഭാവത്തിന്റെ അല്ലെ ബിഹേവിയറിന്റെ 85% കൺട്രോൾ ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്വഭാവത്തിൽ അല്ലെ ഹാബിറ്റിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം നമ്മൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് വരുത്തേണ്ട ഏരിയ എന്ന് പറയുന്നതും ഈ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെയാണ്. ഈ ഒരു ഏരിയയിൽ റീപ്രോഗ്രാം ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിലുള്ള ബ്ലോക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാനും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിച്ചാൽ അതിനൊക്കെ നമ്മളെ നേടിയെടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഹൗ ഡു ഐ അസസ് മൈ സബ് കോൺഷ്യസ് മൈൻഡ്? നമുക്കൊക്കെ ഉള്ള ചോദ്യമാണ്. എനിക്ക് എങ്ങനെ എന്റെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആ ഒരു ലെവലിലേക്ക്, ആ തലത്തിലേക്ക് എനിക്ക് എങ്ങനെ എത്താൻ സാധിക്കും എന്നുള്ളത്, അല്ലെ? അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടെ അറിയണം. നമ്മുടെ മൈൻഡ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്നത് ബീറ്റാ വേവ്സ് ആണ്. അപ്പൊ ആ ഒരു വേവ്സിന്റെ ഒരു ഹെഡ്സ് എന്ന് പറയുന്നത് 13 മുതൽ 40 ഹെഡ്സ് വരെയാണ്. ഞാൻ അതിന്റെ ഒരു കണക്കുകൾ പറയുകയാണ്. ഇത് അറിയുന്നതുകൊണ്ട് വലിയ കാര്യമില്ല, എങ്കിലും ഒരു സബ് കോൺഷ്യസ് മൈൻഡിന്റെ തലത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. എന്നാൽ ഈ ആക്റ്റീവായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ആ ഒരു മനസ്സിന്റെ തലത്തെ കൂടുതൽ മനസ്സിലാക്കാനോ സാധിക്കില്ല. അതിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മളുടെ ഈ ബീറ്റാ വേവ്സിനെ തീറ്റ വേവ്സ് എന്ന് പറയുന്ന ബ്രെയിൻ വേവിലേക്ക്, ആ ഹെഡ്സ് കുറഞ്ഞ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ കൺവേർട്ട് ആയെങ്കിൽ മാത്രമേ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതൊരു 4 to 7 ഹെഡ്സ് ആണ് ഈ തീറ്റ വേവ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് തോന്നണ്ട. ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളുടെ മൈൻഡ് ഒരുപാട് ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സമയം, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മുടെ എൻവയോൺമെന്റ്, ലോകത്തിലെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അവെയർ ആയിട്ട് കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മനസ്സിലാക്കാനോ ആ ഒരു തലത്തിലേക്ക് ഇറങ്ങി ചെല്ലാനോ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തലത്തിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ആ ബ്രെയിൻ വേവ്സിന്റെ ഫ്രീക്വൻസി കുറവായിരിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഘടകമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്.
ചുരുക്കി പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മെഡിറ്റേഷൻ പോലെ തന്നെ നമുക്ക് വളരെ ബെനിഫിറ്റ് തരുന്ന ഒരു കാര്യമാണ് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലും നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കില്ല. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ തനിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഒരുപാട് എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതിരിക്കുമ്പോഴാണ് പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്തുന്നത്, അല്ലെ? ഈ ഉത്തരങ്ങൾ നമുക്ക് കൊണ്ടുതരുന്നതും ഈ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെയാണ്. ഇനി എങ്ങനെ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റുകളും ബിലീഫ്സും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് എങ്ങനെ സാധിക്കുമെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ, അല്ലെ ആ ഒരു മനസ്സിന്റെ തലവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് അല്ലെ യോഗ പോലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ചിന്തകൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ലെവലിൽ മെഡിറ്റേഷൻ ഒക്കെ ആയാലും നമ്മൾ ചെയ്ത് ആ ഒരു മനസ്സിന്റെ ആ ഒരു ലെവലുമായിട്ട് നമ്മൾ കണക്ട് ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ റീപ്രോഗ്രാമിങ് സാധ്യമാവുകയുള്ളൂ. അതിന് നമ്മളെ എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റെപ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഇൻവോൾവ്മെന്റ് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞു തരാം. അതായത് റെപ്പറ്റീഷൻ, നമ്മൾ ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ പഠിപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മളുടെ പോസിറ്റീവ് അഫർമേഷൻസിന്റെ പ്രസക്തി. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ആരോഗ്യം, നമുക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, നമ്മൾ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്. പക്ഷെ എപ്പോഴും ഉള്ളിലൊരു ആകുലതയാണ്, എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ, എനിക്ക് എന്തെങ്കിലും മാരക രോഗം വന്ന് ഞാൻ വല്ലാതെ എൻ്റെ ലൈഫായി പോകും എന്നുള്ള ചിന്ത. പക്ഷെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളാണ്. നമ്മളുടെ എന്നോട് തന്നെ ഒരുപാട് പേര് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ എല്ലാ റിസൾട്ടുകളും ബ്ലഡിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് എല്ലാം അവർ ഓക്കെയാണ് ഡയഗ്നോസ്റ്റിക്കിൽ. പക്ഷെ പ്രശ്നം മനസ്സിൽ ഇങ്ങനെ ആകുലത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾ പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യുമ്പോൾ പതിയെ നമ്മളത് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ പഠിപ്പിക്കണം. ആ ഒരു ഭയത്തെ, ആ രോഗഭയത്തെ നമ്മൾ എടുത്തു കളയാൻ റെപ്പറ്റീഷൻ എന്നുള്ള ആ ഒരു കാര്യം ഉപയോഗിച്ച് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുകയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അസുഖമുള്ള ഒരാളാണെങ്കിൽ എന്നും സമയം കിട്ടുമ്പോൾ, അല്ല എങ്കിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഐ എം ഹെൽത്തി എന്നുള്ള ഒരു കാര്യം പ്രസന്റ് ടെൻസിൽ ആ പോസിറ്റീവ് അഫർമേഷൻ പറയുമ്പോൾ നമ്മൾ ആ യാഥാർത്ഥ്യം, ഈ സബ് കോൺഷ്യസ് മൈൻഡിന് ഇതാണ് റിയൽ, എന്താണ് അല്ലാത്ത കാര്യം, ഫേക്ക് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ എന്താണ് പോസിറ്റീവ് നെഗറ്റീവ്, ഇതൊന്നും മനസ്സിലാകാനായിട്ടുള്ള ഒരു കെൽപ്പില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു പഠിപ്പിക്കുന്നു അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് പഠിക്കുന്നത്. അതാണ് നമ്മുടെ ചിന്തകളുടെ ഭാഗമായും പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും അല്ലെ സംസാരത്തിന്റെ ഭാഗം ഒക്കെ ആയിട്ടും മാറുന്നത്. അപ്പൊ നമുക്ക് എന്താണോ നമ്മളുടെ ഒരു ഏരിയയിൽ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത്, അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു ഭയമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മൾ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് ആവർത്തിച്ച് പറയുമ്പോൾ നമ്മൾ തന്നെ കുറെ കാലം എടുത്തു കഴിഞ്ഞാലും നമുക്കത് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. ഒരു ദിവസം അല്ലെ 2 ദിവസം എന്നുള്ള ഒരു കാലഘട്ടം നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ആ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ 1 മാസം എടുക്കും, ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കും. എന്തായാലും നമുക്ക് നമ്മളിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഈ പോസിറ്റീവ് അഫർമേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ റെപ്പറ്റീഷനിലൂടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുമ്പോൾ സാധിക്കും. ഇനി ഈ ഒരു കാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇമോഷണൽ മൈൻഡ് എന്നാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ പൊതുവേ പറയുന്നത്. നമ്മൾ ഇമോഷൻസും കൂടെ കൂടുതൽ ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ നമുക്ക് കൂടുതൽ സക്സസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മളൊരു പോസിറ്റീവ് അഫർമേഷൻസ് പറയുകയാണ്, അവിടെ നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടോ ഇതൊന്നൊക്കെ ഉള്ള കാര്യമൊന്നും അല്ല, അല്ലെങ്കിൽ ഞാൻ ഹെൽത്തി അല്ല, ഇത് പറയുമ്പോഴും ഉള്ളിലൊരു ആശങ്കയാണ്, വെറുതെയാണ്, ഞാൻ ചുമ്മാ പറയുന്നതാണ് എന്നൊരു കൺസെപ്റ്റ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പൊ ഇതേ ഒരു കാര്യം തന്നെയാണ്, ഒരു ഇമോഷൻ ഇൻവോൾവ്മെന്റ്, ഒരു വിഷ്വലൈസേഷൻ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ അവിടെ നമ്മളുടെ സക്സസ് റേറ്റ് വളരെയധികം വരാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് മാനിഫെസ്റ്റേഷനിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ നല്ല റിച്ച് ആകണമെന്ന് ആഗ്രഹിക്കും, അല്ല നമ്മുടെ ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് നമുക്ക് നേടണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ഞാനത് നേടി എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അത് പറഞ്ഞു പഠിക്കുകയാണ്, അല്ലെ? ആ പറയുമ്പോൾ അതിന്റെ ആ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊരു വീടില്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ജോബ് ഉണ്ട്, അപ്പൊ നമ്മൾ ആ പൊസിഷനിൽ എത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് വെറും ഒരു വാക്കുകൊണ്ടല്ല പറയുന്നത്, പകരം നമ്മൾ ഇത് വിഷ്വലൈസ് ചെയ്യുകയാണ്, നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഇറങ്ങാനും അല്ല അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും കൂടുതൽ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്
ഈ മാനിഫെസ്റ്റേഷൻ ആയാലും വിഷ്വലൈസേഷൻ ടെക്നിക്കിന്റെ ഒക്കെ ആയാലും പിന്നിലെ അടിത്തറ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ നമ്മളുടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എഫേർട്ടിനെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഫിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കോ, ഒരു വിജയിക്കാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ള ഒരു വിശ്വാസക്കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ ഐ എം കോൺഫിഡന്റ് എന്ന് നിങ്ങൾ എപ്പോഴും പറയാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഐ എം കോൺഫിഡന്റ് എന്നുള്ള ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ബ്ലോക്കിനെ എടുത്തു മാറ്റി റീപ്രോഗ്രാം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കുക, കോൺഫിഡന്റ് എന്ന് പറയുമ്പോൾ ആ വാക്ക് നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വേണം പറയാൻ. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണാതെ പഠിച്ച് പറയുന്ന ഒരു കാര്യം പോലെ ആകാതെ ഫീൽ ചെയ്ത് ആ കോൺഫിഡൻസ് നമ്മളുടെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്ത് ഉള്ളിൽ തട്ടി പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാപ്പിനെസിന്റെ കാര്യമാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഐ എം ഹാപ്പി എന്ന് പറയുമ്പോൾ പൂർണ്ണമായി ഉള്ളിൽ ആ സന്തോഷം നമുക്ക് നിറഞ്ഞുകൊണ്ട് പറയാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ ഹാപ്പിയാണ് എന്ന് പറയാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ നമുക്ക് വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഇനി ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻസിന്റെ ഒക്കെ കാര്യത്തിലായാലും നമ്മൾ വിഷ്വലൈസേഷൻ ഒക്കെ ആയാലും പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിനും വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ ചിന്തകൾ എക്സ്റ്റേണൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുമാണ് നമുക്ക് എപ്പോഴും ചിന്തകൾ വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു സമയം. കാരണം കുറച്ച് സമയം കഴിയുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ നമ്മളെ വല്ലാതെ അലട്ടും. അപ്പൊ അത് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പും രാവിലെ എഴുന്നേറ്റ ഉടനെയും വേണം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളുടെ സ്വഭാവത്തിലായാലും അല്ലെങ്കിൽ നമ്മളതിന്റെ അതുവരെ നമ്മൾ വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന ഒരു ബിലീഫ്, ഒരു തെറ്റായിട്ടുള്ള വിശ്വാസം അല്ലെ ഒരു മൈൻഡ് സെറ്റ്, ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമ്മളുടെ തന്നെ വാക്കുകൾ ഉപയോഗിച്ചു മറ്റാരുടെ ഹെൽപ്പ് ഇല്ലാതെ നമ്മളുടെ സ്വന്തം മൈൻഡിനെ തന്നെ നമുക്ക് റീപ്രോഗ്രാം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള പവർ അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഹെൽപ്പ് തേടി എല്ലായിടത്തും പോകുന്നത് അല്ലെ. നമ്മളുടെ ഉള്ളിൽ തന്നെ അസാമാന്യമായിട്ടുള്ള ഒരു പവർ, ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു പവർ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം മാത്രമേ ജീവിതത്തിൽ വിജയത്തിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അത് തിരിച്ചറിയുന്നവർ തന്നെയാണ് ലൈഫിൽ വിജയിച്ചിട്ടുള്ളവർ. എനിക്ക് സാധിക്കും എന്ന് നമ്മൾ ഉറപ്പോടെ പറയുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ് അല്ലെ. അങ്ങനെ നമ്മളൊരു മനസ്സിലാക്കൽ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാനായിട്ട് നമ്മുടെ എല്ലാ മുമ്പോട്ടുള്ള യാത്രയിലും വെല്ലുവിളികളൊക്കെ നമുക്ക് ധീരമായിട്ട് നേരിടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ആശങ്കകളോ നെഗറ്റീവായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ പാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിന്റെ ഇതൊക്കെയും കിടപ്പുണ്ടായെങ്കിൽ അതിനെയൊക്കെ നമ്മൾ തന്നെ വാക്കുകൾ കൊണ്ട് നമ്മളെ തന്നെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെയൊക്കെ മാറ്റി സമയം അല്പം എടുത്തെങ്കിൽ പോലും പൂർണ്ണമായിട്ടും മറ്റൊരാളുടെ ഒരു ആശ്വാസവാക്കിന് ഒരു അല്പസമയത്തെ ആയുസേ കാണൂ അല്ലെ. നമ്മൾ കുറച്ച് നാൾ മാത്രമേ മറ്റൊരാളുടെ ഗൈഡൻസ് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. നേരെ മറിച്ച് നമ്മളെ തന്നെ നമ്മൾ ശക്തിപ്പെടുത്തുമ്പോഴാണ് ആ ഒരു കാര്യം അല്ലെ ഒരു വിജയം നമുക്ക് തുടർന്നുകൊണ്ട് പോകാനായിട്ടും ആ ഒരു മേഖലയിലുള്ള നമുക്ക് എന്താണോ ബ്ലോക്ക് ഉള്ളത് അതിനെ എടുത്തു മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫോൾട്ട് ഉണ്ടായെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഉപബോധ മനസ്സിനെ നമ്മളൊന്ന് മനസ്സിലാക്കി അതിനെ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ, അതിന്റെ പവർ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.